ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സൂര്യൻ. അതിന്റെ ചൂട് മനുഷ്യന്റെ ചിന്തകൾക്കും അപ്പുറമാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ ഒരു പുതിയ പരീക്ഷണത്തിലൂടെ ആ സൂര്യന്റെ ശക്തി ഭൂമിയിൽ തന്നെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ചൈനയുടെ ആർട്ടിഫിഷ്യൽ സൺ എന്നറിയപ്പെടുന്ന ഈസ്റ്റ് ടക്കോമാക് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ ഒന്നാണ്. ഇതിന്റെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന പ്ലാസ്മയുടെ താപനില കോടിക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്നു. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു. മനുഷ്യൻ ഭൂമിയിൽ ചെറിയ സൂര്യനെ ഭൂമിയിൽ ഉണ്ടാക്കിയാൽ അത് എത്രത്തോളം സുരക്ഷിതമാണ്? എന്തെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് യഥാർത്ഥ സൂര്യൻ പോലെയുള്ള ഒരു തീഗോളമല്ല എന്നതാണ്. ഇത് ഒരു യന്ത്രത്തിനുള്ളിൽ നിയന്ത്രിച്ചിരിക്കുന്ന അത്യന്തം ചൂടുള്ള പ്ലാസ്മയാണ്. സൂര്യന്റെ ഉള്ളിൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ ചേരുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയയാണ് നടക്കുന്നത്. അതാണ് സൂര്യന് കോടിക്കണക്കിന് വർഷങ്ങളായി ഊർജം നൽകുന്നത്. ശാസ്ത്രജ്ഞർ ഇതേ പ്രക്രിയ ഭൂമിയിൽ ഉപയോഗിച്ചാണ് ശുദ്ധമായ ഊർജം നിർമ്മിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്: ഇത്രയും ചൂടുള്ള പ്ലാസ്മയെ എങ്ങനെ നിയന്ത്രിക്കും? കാരണം സാധാരണ വസ്തുക്കൾക്ക് ഈ താപനില സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ശക്തമായ കാന്തിക മണ്ഡലങ്ങൾ ഉപയോഗിച്ച് പ്ലാസ്മയെ യന്ത്രത്തിന്റെ ചുവരുകളിൽ തൊടാതെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി അപകടങ്ങളെ കുറിച്ച് നോക്കാം. ഒന്നാമതായി താപനില. മനുഷ്യർ നിർമ്മിച്ച ഏറ്റവും ചൂടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പ്ലാസ്മ. ചെറിയ പിഴവ് പോലും പരീക്ഷണം നിർത്താൻ കാരണമാകും. രണ്ടാമതായി റേഡിയേഷൻ. ഫ്യൂഷൻ പ്രക്രിയയിൽ ഉണ്ടാകുന്ന ന്യൂട്രോണുകൾ യന്ത്രത്തിന്റെ ഭാഗങ്ങളെ ബാധിക്കും. അതിനാൽ വർഷങ്ങളോളം നിലനിൽക്കുന്ന സുരക്ഷിതമായ വസ്തുക്കൾ വികസിപ്പിക്കേണ്ടതുണ്ട്. മൂന്നാമതായി സ്ഥിരത. ഫ്യൂഷൻ ഒരു നിമിഷം ആരംഭിക്കുന്നത് മാത്രം പോരാ, മണിക്കൂറുകളോളം ദിവസങ്ങളോളം സ്ഥിരമായി പ്രവർത്തിപ്പിക്കാൻ കഴിയണം. അതാണ് ശാസ്ത്രജ്ഞർ നേരിടുന്ന വലിയ വെല്ലുവിളി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആർട്ടിഫിഷ്യൽ സണ്ണ് ഒരു ആണവ ബോംബ് പോലെയല്ല. നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ ഇത് ഭൂമിയെ വിഴുങ്ങുന്ന ഒരു സൂര്യനായി മാറില്ല. കാരണം ഫ്യൂഷൻ തുടരാൻ പ്രത്യേക സാഹചര്യങ്ങൾ ആവശ്യമാണ്. എങ്കിലും ഇത് മനുഷ്യന്റെ ഏറ്റവും വലിയ ശാസ്ത്രീയ വെല്ലുവിളികളിൽ ഒന്നാണ്. വിജയിച്ചാൽ മലിനീകരണം വളരെ കുറവുള്ള ഒരു ഊർജ സ്രോതസ് ലോകത്തിന് ലഭിക്കാം. ഒരു ദിവസം മനുഷ്യൻ കൽക്കരിയെയും എണ്ണയെയും ആശ്രയിക്കുന്നത് കുറച്ച് നക്ഷത്രങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ഊർജം ഉണ്ടാക്കുമോ? അതിന്റെ ഉത്തരം ഈ പരീക്ഷണങ്ങളുടെ വിജയത്തിലാണ്. ഒരു കാര്യം ഉറപ്പാണ്: മനുഷ്യൻ ഇന്ന് സൂര്യനെ പഠിക്കുന്ന മാത്രമല്ല, അതിന് ശക്തിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്.